പോലീസ് കള്ളക്കേസിൽ കൊടുക്കുകയാണ്. കുണ്ടറ പഞ്ചായത്തിൽ മുളവന ജിത്തു ഭവനത്തിൽ സനൽ കുമാർ എന്ന ഞാൻ BJP പ്രവർത്തകനാണ്. ഇന്നലെ കുണ്ടറ പോലീസ് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ സ്വീകരണത്തിനിടയിൽ കണ്ണിന് പരിക്കുപറ്റിയ സംഭവത്തിൽ നിരപരാധിയായ എനിക്കെതിരെ കേസെടുക്കുകയുണ്ടായി. 20/4/2024 ശനിയാഴ്ച വൈകിട്ട് 5:30 കൂടിയാണ് മുളവന ചന്തമുക്കിൽ നടന്ന സ്വീകരണത്തിന് വച്ചാണ് സ്ഥാനാർത്ഥിക്ക് പരിക്കുപറ്റിയത്. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി കുണ്ടറ പോലീസിൽ പരാതി കൊടുക്കുകയും അതിന്മേൽ ശരി മതി. ഇന്നലെ ഞാൻ മുളവന ചന്തമുക്കി നിൽക്കുന്ന സമയത്ത് പോലീസുകാർ വന്ന് എന്നോട് ചോദിച്ച് ഇവിടെ ഒരു പ്രശ്നം നടന്നല്ലോ എന്തോന്ന് ചോദിച്ചു. ഞാൻ പറയാം സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ പരിക്ക് പറ്റി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് രണ്ട് LDFൻ്റെ 2 ആൾക്കാർ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നാണ് താക്കോല് കൊണ്ടാണ് സ്ഥാനാർത്ഥി പരിക്ക് പറ്റിയത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് അണ്ണൻ കണ്ടോയെന്ന് ചോദിച്ചു. അണ്ണാ ഞാൻ വിളിച്ചു. അത് അവർ അന്നേരം പറഞ്ഞു അല്ല നിങ്ങളൊരു പാർട്ടിക്കാരില്ലയോ. ഞാൻ പറയാൻ എൻ്റെ കയ്യിൽ കൊണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ CCTV ക്യാമറയെല്ലാം പരിശോധിച്ചപ്പം ഞാൻ അതിനകത്ത് യാതൊരു ബന്ധമില്ല. കാരണം ഇത് നടന്നത് വലത് സൈഡാണ്, ഞാൻ ഇടത് സൈഡിലാണ് നിൽക്കുന്നത്. എൻ്റെ സ്ഥാനാർത്ഥിയുടെ സ്വീകരണം നടന്ന് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് പരിക്ക് പറ്റുന്നത്. അത് വലത് സൈഡാണ്, ഞങ്ങൾ ഇടത് സൈഡാണ് നിൽക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ ആ രണ്ടാമത്തെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി ഇവരിങ്ങനെ അവിടെ വെച്ചാൽ പരിക്ക് പറ്റിയെന്ന് പറയും. അദ്ദേഹത്തിന് അതിന് ശേഷം ആശുപത്രി കൊണ്ടുപോകുന്നു. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു. അതിന് ശേഷം ഇന്നലെ ഞാൻ ആ പ്രതിയാണെന്നും പറഞ്ഞ് അവിടുത്തെ CA സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. ഒരു നോട്ടീസിനകത്ത് ഒപ്പിടാനാണെന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ നോട്ടീസിനകത്ത് ഒപ്പിടാൻ വേണ്ടി ചെന്നപ്പോൾ CA എന്നോട് ചോദിച്ചത് നിങ്ങളുടെ കയ്യിലാണോ നിങ്ങളുടെ താക്കോല് ഉണ്ടാകുന്ന വെച്ചാൽ ഇല്ല സാറേ എനിക്കറിയത്തില്ല, ഞാൻ ആ സമയത്തില്ല, സ്പോട്ടിലില്ല, ഞാൻ തൊട്ടപ്പുറത്തെ സ്ഥലത്താണ് നിൽക്കുന്നു പറഞ്ഞു. അന്നേരം അദ്ദേഹം പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്നിട്ട് വീണ്ടും അദ്ദേഹം എടുത്തു ചോദിച്ചു അത് നമ്മളെ ഇലക്ഷൻ കമ്മീഷനാണ് കേസെടുക്കുന്ന പോലീസല്ല, അതിന് ഞാൻ കുറ്റം ചെയ്തില്ലല്ലോ, അഥവാ എങ്ങനെ തട്ടിയോ. ഞാൻ ഇല്ല തട്ടിയിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല, കാരണം ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് വ്യാപകമായിട്ട് എൻ്റെ ഫോട്ടോയും നവമാധ്യമങ്ങളിലും പത്രത്തിലും എൻ്റെ ഫോട്ടോയാണ് നിരന്തരമായിട്ട് ഇപ്പോൾ ഇന്നലെ തൊട്ട് 8 മണി തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയത്. ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായിട്ട് അവിടെ ഒരു സംഭവം ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെയാണ് എൻ്റെ പേരിൽ അതിനകത്ത് പരീക്ഷിച്ചത്. ഇല്ല, ഒരിക്കലും ഇല്ല. എന്നോട് ചോദിച്ചു അറിയാതെ കൈ തുടങ്ങി. ഞാൻ അങ്ങനെ വരാൻ സാധ്യതയില്ല, കാരണം ഞാൻ ആ സൈഡല്ല, ഇപ്പുറത്തെ ഞാൻ അറിയുന്നത് അടുത്ത സ്വീകരണ സ്ഥലത്ത് വെച്ചാൽ സ്ഥാനാർത്ഥി പറയാൻ പറയുന്നത് പരിക്ക് പറ്റിയത്. അതുവരെ എനിക്കറിയത്തില്ല. ഉണ്ട്, അത് എൻ്റെ ബൂത്താണ്. ഞാനത് കൊടുക്കുന്ന മൂവ്മെൻറ്റ് കൊടുത്ത് ഷാളിട്ട് മാറിപ്പോയതാണ്. പിന്നെ അടുത്ത പ്രവർത്തകരാണ് വരുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ആ CCTV ക്യാമറ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇല്ലെന്ന് പറയും. എൻ്റെ പേരിൽ പറയുന്നത് ഞാനടുത്തില്ലല്ലോ, ഞാൻ ഇപ്പുറത്തെ സൈഡ് ഇരിക്കില്ലേ, ഈ സൈഡ് തന്നെ ഞാൻ പറയാം, ഏത് സൈഡ്. ഷോളിട്ട് ഇല്ല, ഷോളിട്ടപ്പോൾ ഇല്ല, ഷോളിങ്ങനെ മൂവ്മെൻറ്റ് കൊടുത്ത് ഷോളിട്ട് ഞങ്ങൾ മാറി ഞാൻ അടുത്ത ആൾക്കാരെ ഇട്ടോടുക. അത് അവിടെ വരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതല്ലേ പറയാം, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ഇല്ല, അങ്ങനെ വരാനല്ല, കാരണം ഞാൻ ചെയ്തില്ലല്ലോ. അബദ്ധമല്ല, എനിക്ക് ചെയ്തെങ്കിൽ ഈ കേസ് വരത്തില്ലല്ലോ. ഞാനാണെങ്കിൽ എൻ്റെ സ്ഥാനാർത്ഥി പറയാം. ഇല്ല, ഒരു മൊഴി എടുത്തിട്ടില്ല. ഇല്ല. എങ്ങനെ? ഇല്ല. ഇന്നലെ നോട്ടീസ് മേടിക്കാൻ ചെന്നപ്പം ഞങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് പോയി കളയാൻ പറഞ്ഞു. അതിന് ശേഷമാണ് അറിയുന്നത് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അത് പറയുന്നില്ലല്ലേ? ഇല്ല, നോട്ടീസിനൊന്നും എഴുതിയിട്ടില്ല. ഞങ്ങളുടെ അല്ലാതെ എഴുതി തന്നത്. അതൊരു ക്രൈം ഒരു പേപ്പറിനകത്ത് ഇതിനകത്ത് ഒപ്പിടാൻ പറഞ്ഞു. ഒപ്പിട്ടു. സാക്ഷികളെ ഒപ്പിടുന്നത് 2 പേരും ഒപ്പിട്ടു. അതിന് ശേഷമാണ് പറയുന്നത് ഇത് ജാമ്യത്തിലാണ്. ഇല്ല, അത് പറയാൻ എനിക്കറിയത്തില്ല.
അത് എൻ്റെ അത് CPIയുടെ തൊട്ട് വരണ്ടി എന്നാണ് പറഞ്ഞത്. അല്ല, പേര് രഘു എന്നാ. CPI ആ. മറ്റുള്ള എനിക്ക് പേരത്ര അറിയാമില്ല. പൂക്കട നടത്തിയ. ഇല്ല വിരോധമൊന്നുമില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ആണ്. ഇല്ല, കാരണം ഞാൻ കറക്റ്റ് കാര്യം പറയാം സാറേ. ഞാൻ ഇതിനകത്തൊന്നും ഇല്ല. എന്താ ചോദിച്ചാൽ അത് അറിയാതെ കൈ തട്ടിയോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ എനിക്ക് അങ്ങനെ അറിയത്തില്ല, കാരണം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. അവർക്ക് പൊതുവെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല, ഞാൻ ഇടത് സൈഡാണ് ഇരിക്കുന്നത്. വിജയ് പ്രവർത്തനം അറിയാം. അങ്ങനെ ചോദിച്ചാൽ തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. സ്ഥാനാർത്ഥി സിനിമ നടന്നില്ലയോ, അപ്പോൾ ആൾക്കാരെല്ലാം കൂടി വന്നു. ഇല്ല ഞങ്ങൾ അറിഞ്ഞെന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടാമത്തെ ബൂത്തിൽ ചെല്ലുമ്പോൾ അറിയുന്നത്. ഞങ്ങളതിന് പോയില്ലയോ, ഇവിടെ നടന്ന ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളടുത്ത് വൈകിട്ട് ഷോ ഉണ്ടായിരുന്നു, അങ്ങനെ അതിൻ്റെ കൂടെ അങ്ങ് പോയി ഞങ്ങൾ. അത് സംഘടനാ പാർട്ടിയായിട്ട് ആലോചിച്ച് നിയമപരമായിട്ട് പോകും. ഇല്ല, ഞാൻ ആ സൈഡ് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ ഇടത് സൈഡ്, വലത് സൈഡായി സംഭവം നടക്കുന്നത്. ഇതങ്ങനെയല്ല. ഞാനൊന്ന് പറയാം. ഈ സമയത്ത് CPM-ന്റെ വലിയ പൊതുയോഗം അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതിന്റെ ഇത് പറയട്ടെ, നടന്ന കാര്യം പറയാം. സ്വീകരണ സ്ഥലത്ത് ഇത് സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം സ്വീകരണവും മൊമെൻറ്റവും കൊടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സനൽജി സ്വീകരണം ചെയ്യുമ്പോഴും ഷാളിടുമ്പോഴും മൊമെൻറ്റം കൊടുക്കുമ്പോഴും ഓൺ ദ സ്പോട്ടിൽ ഞാനുണ്ടായിരുന്നു. അപ്പം സനലിൻ്റെ കൈകൾ അവിടെ തട്ടിയിട്ടില്ല. അപ്പോൾ LDF-ൻ്റെ ഒരു യോഗത്തിനുള്ള സംവിധാനം അപ്പുറത്തുണ്ടായിരുന്നു. ആ സംവിധാനം വന്നപ്പോൾ ഒരു കൂട്ടം ആളുകളെ തള്ളിക്കയറുകയും ആ ഒരു കൂട്ടം ആളുകളിൽ നിന്ന് ആരുടെയോ കൈ കൊള്ളുകയാണ് ചെയ്തത്. അതാണ് സംഭവിച്ചത്. ഓൺ ദ സ്പോട്ടിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഉയർന്നു വരുന്ന ഒരു നേതാവെന്നുള്ള നിലയിൽ ആ പ്രാദേശികമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഇദ്ദേഹത്തെ മനഃപൂർവ്വമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി പോലീസിന് മനഃപൂർവ്വമായിട്ട് മൊഴി കൊടുത്തതാണ്. പോലീസ് അതിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ പ്രതിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉള്ള പ്രദേശത്തുള്ള CPIയുടെ പ്രവർത്തകർ, CPM-ൻ്റെ പ്രവർത്തകരാണ് കൊടുത്തത് മൊഴി. ഇല്ല
സംഭവമല്ല. അങ്ങനെയല്ല. ബി ജെ പിക്കാരല്ല, ബി ജെ പിക്കാർ മൊഴി കൊടുത്തിട്ടില്ല. CPM ഒരു കൂട്ടം ആളുകൾ ഇതിനിടയ്ക്ക് തള്ളിക്കയറിയ സമയത്ത് ആ കൂട്ടത്തിൽ നിന്ന് ആരോ മനഃപൂർവ്വമായിട്ട് ചെയ്തതാണിത്. ഇല്ലല്ല, നോട്ടീസ് അല്ല, ഇതിന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ സ്ഥാനാർത്ഥി മൊഴി കൊടുത്തിട്ടില്ല. ഇതിന്റെ പോലീസ് വന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മൊഴി എടുത്തിട്ടില്ല, പരാതി കൊടുത്ത ആളുടെ മൊഴി പോലും എടുത്തിട്ടില്ല. എടുക്കാതാണ് കൊണ്ടുവന്ന് നോട്ടീസ് തരാമെന്ന് പറഞ്ഞാണ് അവിടെ വിളിപ്പിച്ചത്. അങ്ങനെ എന്തോ ഇല്ലില്ല, ഒന്നും പരിശോധിച്ചില്ല. ഇല്ല, താക്കോൽ വണ്ടിക്കകത്തന്നെ ഇരിക്കുക. കാരണം ഞാൻ ഷാളല്ല എൻ്റെ വണ്ടിക്കകത്തിന് അതിൽ നിന്ന് എടുത്താണ് ഓരോരുത്തർ പ്രവർത്തകർ കൊടുക്കുന്നത്. താക്കോലായിട്ട് ഒരു ബന്ധമില്ല. ബാബുര ഒരു കൂട്ടം ആളുകൾ വന്നു. അല്ല, നമ്മള് വഴിതിരിച്ചു വിടുന്ന വിഷയം അല്ലല്ലോ. ഇത് സത്യസന്ധമായിട്ടുള്ള പറയുന്ന കാര്യം. ഇത് നമ്മുടെ ഞങ്ങള് വഴിതിരിച്ച് അതല്ല, നമ്മുടെ സ്ഥാനാർത്ഥിയെ എന്തായാലും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അദ്ദേഹത്തിന്റെ കണ്ണി കുത്തത്തില്ല. അവിടെ വലിയൊരു പൊതുപരിപാടി നടന്ന സ്ഥലമാണ്. അല്ല, അബദ്ധത്തിൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സത്യസന്ധമായി പറയുന്നത്. അല്ലല്ല, വഴിതിരിച്ചു വിടുകയല്ല. ചേട്ടാ, അവിടെ അന്നത്തെ ദിവസം CPM വലിയ പൊതുയോഗം ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? അവിടെ ഈ ഹോസ്പിറ്റലില്ലല്ലോ. അവിടെ ഈ ഹോസ്പിറ്റലില്ല. ഇല്ലട്ടോ, അവിടെ ഈ ഹോസ്പിറ്റലില്ല. അവിടുന്ന് വീണ്ടും 3 കിലോമീറ്റർ പോകണം ഈ ഹോസ്പിറ്റലിന് പോകണമെങ്കിൽ. ഇല്ല, അങ്ങനൊന്നും പറയണ്ട, അങ്ങനൊന്നുമില്ല. അതിനകത്ത് ഞങ്ങൾ കൃത്യമായിട്ട് എന്ത് എഴുതിയേക്കുന്നുള്ള BJP പ്രവർത്തകരുടെ കൈയോടെ തട്ടിയിട്ടില്ല. അല്ല ചേട്ടാ, ഈ BJPയുടെ പ്രവർത്തകരുടെ കൈ തട്ടിയായിരുന്നെങ്കിൽ അവിടെ ഈ കേസില്ല. BJP പ്രവർത്തകർ ആരായാലും പറയട്ടെ, ഞാൻ എൻ്റെ കയ്യിൽ തട്ടിയെന്ന് പറയാം. അവിടെ BJP പ്രവർത്തകർ തട്ടിയില്ലല്ലോ. അങ്ങനെയല്ലേ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ പേര് പറഞ്ഞു, ഞാൻ വല്ല പറഞ്ഞു. അല്ല അങ്ങനെയല്ല. ഞങ്ങൾ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ ഇത് CPM ആക്രമിച്ചെന്ന് പറയുന്നവർ നിങ്ങളല്ലേ പറയുന്നത്. അന്ന് നടന്ന സംഭവം എന്ന് പറയുന്നത് ഇത് തന്നെ. എൻ്റെ പേരിലാണ് അവിടുത്തെ ഒരു രഘു എന്ന് പറയുന്ന ആളാണ് എൻ്റെ പേര് പറഞ്ഞത്. അദ്ദേഹം കണ്ട ഇപ്പോൾ അണ്ണനോട് ചോദിച്ചു, അണ്ണൻ കണ്ടോണ്ണ എന്ന് ഞാൻ എടുത്ത് ചോദിച്ചു. അദ്ദേഹം അവിടെ നമ്മുടെ ആ ജംഗ്ഷനുണ്ട്, അത് ജംഗ്ഷനാണ്. എല്ലാവരും വരും, ആൾക്കാരെല്ലാം വരും. അത് ചന്തയാണ്, അത് എപ്പോഴും അവിടെ പൊതുജനങ്ങളുള്ളതാണ്. അത് രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും വരുന്നത്, കൂടുതൽ ആൾക്കാരും കൂടുന്നത്. ഇത്
അപ്പം നിങ്ങൾ പറയുന്നത് ഇപ്പം പാർട്ടിക്കാരെ ഞങ്ങൾ കുത്തിയെന്നാണ് പറയുന്നത്. അല്ല അല്ല ഏട്ടാ, അല്ല 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 അങ്ങനെ പറയുന്നത്. തീർച്ചയായിട്ടും അത് പാർട്ടി പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ പേരിലല്ലല്ലോ, അല്ല പാർട്ടി പരാതി കൊടുത്തത് അദ്ദേഹത്തിന്റെ പേരിലല്ല. എൻ്റെ പേരിലല്ലല്ലോ, എൻ്റെ മൊഴി എടുത്തില്ലല്ലോ. കൊടുത്തിരിക്കുന്നത് അല്ല, സനലിനെതിരെ പാർട്ടി ഇദ്ദേഹത്തിന്റെ പേരിൽ പരാതി കൊടുത്തിട്ടില്ല. സനലിനെതിരെ കൊടുത്തിട്ടില്ല. ഇദ്ദേഹമാണ് പിന്നെ കുത്തിയെന്നുള്ള രീതിയിൽ പരാതി കൊടുത്തിട്ടില്ല. അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് കൊടുത്തത്. ആ ഇദ്ദേഹത്തിന്റെ കൈ കൊട്ടുന്നുള്ള അവിടെ പിന്നെ തൊട്ടടുത്തൊക്കെ ദൃശ്യ മാധ്യമങ്ങളുണ്ട്, ദൃശ്യ ഇത് സോഷ്യൽ ഇതുണ്ട് എന്ന് പറയുന്നത് CC ക്യാമറകളുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്തുകൂടായിരുന്നു. അതുപോലെ ചെക്ക് ചെയ്തില്ല. അല്ല ഇപ്പൊ ഏത് സ്ഥാനാർത്ഥിയെ സ്വീകരണം നടന്ന സമയത്ത് നമ്മളെ ഇല്ല ബലിയാടല്ല, എന്റെ കാര്യമില്ല. അത് വേണ്ട. പ്രവർത്തനത്തിന്റെ പേരിലൊരു ഇത് വന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കണ്ടേ? അല്ല ഞങ്ങൾ ചോദിക്കുന്നതല്ല, എന്നിട്ട് എൻ്റെ പേരല്ലേ അവർ പറയുന്നത്. ഞാൻ അവിടെ ഇല്ലല്ലോ, ഞാൻ ഇടത് സൈഡ്, അവർ വലത് സൈഡ്, ഞാൻ അവിടെ ഇല്ല. 100-300 ആൾക്കാരുണ്ടായിരുന്നു. 30 അല്ല 100-300 പേര്, 30 CPM വരെ നമ്മൾ എണ്ണാൻ പോയില്ലല്ലോ, നമുക്ക് എണ്ണേണ്ട കാര്യമില്ലല്ലോ. ഇല്ലില്ല ഞാൻ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് CPM പ്രാദേശിക നേതാക്കളെ തിരക്കേണ്ട ആ ടൈമിൽ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് അതിൻ്റെ കാര്യമില്ല. ഞങ്ങളുടെ നേതാവിനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അത് ഞങ്ങളുടെ അടുത്തുള്ളവരെ കാണുന്നത്, മറ്റൊരാളെ അന്വേഷിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഞങ്ങൾക്ക് അതിനുള്ള സമയമുണ്ടോ? അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഞങ്ങളുടെ നേതാവിനെ ആക്രമിക്കാൻ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. ഞങ്ങളവിടെ പാർട്ടി പ്രവർത്തകരായിട്ട് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ നിൽക്കുക, ആ ഒരു ഇത് തിരിക്കില്ല. ഞങ്ങൾ ഇതായിട്ടൊരു ബന്ധമില്ല. ആ അപ്പം ഞങ്ങൾ നോക്കി ഇത് അതിന് ശേഷം നോക്കിയപ്പോൾ അവിടെ ഉണ്ടോ? ഇല്ല അല്ലേ? CC ക്യാമറയിലൊന്നുമില്ല. എന്തോ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒന്നും അറിയാൻ വയ്യ. അവിടെ എന്തോന്നാ ഞങ്ങൾക്ക് അറിയാൻ വയ്യ. ഇല്ല CCTVക്കകത്തില്ല. അവിടെ നോക്കി ഇന്നലെ പോലീസുകാരെ സാന്നിധ്യം നോക്കിയാ അപ്പൊ അതിനകത്തൊന്നും കാണാൻ പറ്റില്ല, അതിനകത്തൊന്നും അറിയാൻ പറ്റില്ല. ഇല്ലില്ല, അതിനകത്ത് കാണാൻ പറ്റുന്നില്ല, കാണാൻ പറ്റില്ല. ജനറൽ സെക്രട്ടറി ഇതോ ഇല്ല. പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടി പൂർണ്ണ സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു. അല്ലാതെ പാർട്ടി ഞങ്ങളെ കഴിഞ്ഞിട്ടില്ല. അല്ല അദ്ദേഹം CPIക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു കൊടുത്തത് വേറെ 2 പേരുണ്ട്, അതിന് അവിടെ കടയുള്ളവരാണ്. ജില്ലാ പ്രസിഡന്റ് വിളിച്ചു, ചോദിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. എന്തുവാണ് സംഭവം എന്ന് ചോദിച്ചു. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഫോൾട്ട്, ഒരു ആൾക്കൂട്ടം വന്നു അതിനിടയ്ക്ക് പറ്റിയതാണ്.
പുള്ളിയുടെ അരികിൽ ഞാൻ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത്. ആരും അർപ്പിക്കുമ്പോഴും മൊമെന്റ് കൊടുക്കുമ്പോഴും പുള്ളിയുടെ അടുത്ത് ഞാനുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്തല്ലോ, കുറ്റം ചെയ്തിട്ടില്ലല്ലോ. മണ്ഡലം ശരി, അല്ല അത് നിങ്ങൾ പറയുന്നില്ലേ? ഇല്ല ഞങ്ങൾ ചെയ്തിട്ടില്ല. സ്ഥാനാർത്ഥി പറഞ്ഞത് ഞങ്ങളാണെന്ന്. സ്ഥാനാർത്ഥിയും പറഞ്ഞില്ല. സ്ഥാനാർത്ഥിയും പറഞ്ഞില്ല, ഞങ്ങളും പറഞ്ഞില്ല. സ്ഥാനാർത്ഥി പറഞ്ഞു ഞങ്ങളാണ്. വിനോദ് വൈസ് പ്രസിഡന്റ് മണ്ഡലം ഖജാൻജി ട്രഷറർ ബാബുരാജ്. ബാബുരാജ്. ഞങ്ങൾ അന്വേഷിച്ചു, എന്തോന്ന് അറിയാൻ വയ്യ. ഞങ്ങളും അന്വേഷിച്ചു. പറഞ്ഞില്ലേ അവിടെ ഈ സ്വീകരണ ചടങ്ങിൽ 20-ാം തീയതി നടന്ന സ്വീകരണ ചടങ്ങിൽ CPM-ന്റെ പൊതുയോഗം ഉണ്ടായിരുന്നു, പരിപാടി ഉണ്ടായിരുന്നു. പാർട്ടിയുടെ BJP-യുടെയും NDA-യുടെയും സ്വീകരണ ചടങ്ങ് നടക്കുന്നത്. ഒട്ടനവധി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ആരുടെ കൈകളാണ് കൊണ്ടതെന്ന് നമുക്കറിയില്ല. നമ്മൾ അടുത്തുള്ള CC ക്യാമറകൾ പരിശോധിച്ചു, ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അറിയാൻ സാധിക്കുന്നില്ല.